ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഇന്ന് പെരുന്നാൾ ഒന്നിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായും കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോവല്ലേ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 7:30 നമ്മുടെ ഈദ് നമസ്കാരമൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് ബീഫും ചിക്കനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വാർന്നു പോകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചിക്കനും ബീഫൊക്കെ കഴുകി ശരിയാക്കി വെക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അതിലേക്കുള്ള ചേരുവകളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം തന്നെ എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇന്നലെ രാത്രിയൊന്നും കൂടുതലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ രാത്രി തന്നെ ശരിയാക്കി വെച്ചിരുന്നു. നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഉലുവയും വലിയ ജീരകവും ഒക്കെ എണ്ണയിലൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം ഇട്ടും വഴറ്റിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാകാൻ വേണ്ടി ഒരുപാട് അങ്ങ് വഴറ്റണമൊന്നുമില്ല. അപ്പോൾ ബീഫാണ് ആദ്യം തന്നെ നമ്മൾ കുക്കറിൽ വെക്കുന്നത്. അതിന് ശേഷം നമ്മൾ ചിക്കനിലേക്ക് മസാലയൊക്കെ കൂട്ട് ശരിയാക്കി വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മളെ വിറകടുപ്പിൽ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കറുവപ്പട്ടയും പിന്നെന്താ പറയുക, ഏലക്ക എല്ലാം ഇട്ടൊന്ന് എണ്ണയിൽ ആക്കിയതിന് ശേഷമാണ് നമ്മളിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മളെ ബീഫും ശരിയായിട്ടുണ്ട്. ചോറൊക്കെ വിറകടുപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷം നമ്മളതിലേക്ക് ബീഫ് വെച്ച് കൊടുക്കുകയാണ്. ബീഫിൽ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് വെള്ളം വറ്റാൻ വേണ്ടി പെട്ടെന്ന് അടുപ്പത്ത് വെക്കുകയാണ്. അതിന് ശേഷം നമ്മൾ പപ്പടം പൊരിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പെരുന്നാളാകുമ്പോൾ പപ്പടം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണല്ലോ അല്ലേ. അപ്പോൾ കുറച്ച് പപ്പടേ പൊരിക്കണുള്ളൂ. അതിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം മക്കളൊന്നും എത്തിയിട്ടില്ല. ഒക്കെ നാളെ എത്തുള്ളൂ. അപ്പോൾ നാളെയാണ് നമുക്ക് ശരിക്കും പെരുന്നാളിൻ്റെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണത്. അപ്പോൾ ഇന്ന് കുറച്ച് നെയ്ച്ചോറും ബീഫും ഒക്കെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങ് ഉണ്ടാക്കിയാൽ കഴിക്കാനോ ഇവിടെ നിന്ന് ആരുമില്ല. ഇങ്ങനെ നമ്മളെ ഊണ് ശരിയായിട്ടുണ്ട്. പെരുന്നാൾ സദ്യ അടിപൊളിയാക്കി എടുക്കുക അല്ലേ. നമ്മളെ വാഴയില എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണല്ലേ. അപ്പോൾ ഒരു വാഴയില കൊടുന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ചോറും കറിയും അതുപോലെ ബീഫും ചിക്കനും ഒക്കെ ഒന്ന് വെക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പെരുന്നാളിൻ്റെ ഒരു ഇത് കിട്ടണമെങ്കിൽ വാഴയില തന്നെ വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.